ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 8:30 മണിയായിട്ടാ, 8:38 ഇന്ന് ഞാൻ വണ്ടി എടുക്കാൻ പോണത് 8:30 കണ്ട. 2 ദിവസമായിട്ട് സർവീസിന് കയറ്റണമെന്ന് പറഞ്ഞിരിക്കണത്. ഇതുവരെ കയറ്റിയിട്ടില്ല കേട്ടോ ഗൈസ്. ഇപ്പോൾ 5200 സംതിങ് ആയി തോന്നുന്നു. അപ്പോൾ ഇന്നെന്തായാലും കയറ്റണം. ഇന്ന് ഞാൻ നേരെ സർവീസ് സെൻറ്ററിലേക്കാണ് പോകാൻ വേണ്ടി പോണേട്ടാ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും പിന്നെ ബാക്കി നമുക്ക് യൂബർ ഓർഡർ കാഴ്ചകളൊക്കെ ആയിരിക്കോട്ടെ. വണ്ടി ഫുള്ള് അഴുക്കാണ് കണ്ടാ, ഒന്നും ചെയ്തിട്ടില്ലടാ. ഇനി എന്തായാലും നമുക്ക് സർവീസ് ചെയ്തിട്ട് ബാക്കി പരിപാടി നോക്കാം. ഇവിടെ കഴുകാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് കഴുകലും പരിപാടിയും നടക്കില്ല. ഞാൻ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയാണ് കഴുകാറ് ആഴ്ചയിൽ. ഇനിയിപ്പോൾ സർവീസ് സെൻറ്ററിലേക്ക് ആയതുകൊണ്ട് ഉള്ളൊന്നും തുറക്കേണ്ട കാര്യമില്ല, എല്ലാം അപ്പോൾ അവർ തന്നെ ക്ലീനാക്കി സെറ്റാക്കി തരും. സെക്കൻഡ് സർവീസ് ആയതുകൊണ്ട് മേജർ സർവീസ് ആയിരിക്കും. അത് ഈ ബ്ലൂടൂത്ത് കണക്റ്റ് ആയിട്ട് ഈ ആൻഡ്രോയിഡിലോട്ട് കയറുമ്പോഴുള്ള സൗണ്ടാണ് ഉണ്ടാക്കിയിട്ടത്. ഇന്ന് വണ്ടി ഞാൻ ക്ലീനിങ് ഒന്നും ആക്കാനുള്ള, നേരെ സർവീസ് സെൻറ്ററിലേക്ക് ആയതുകൊണ്ട് ഒന്നും ക്ലീൻ ചെയ്യണമെന്നില്ല, എല്ലാം അവർ തന്നെ സെറ്റാക്കി തരുമായിരിക്കും. പിന്നെ വണ്ടിയിൽ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ കുറച്ച് എല്ലാം മാറ്റി സെറ്റാക്കി കൊടുക്കണം. അങ്ങനെ നമ്മൾ 1000 സബ്സ്ക്രൈബർ ആയ ദിവസം കൊണ്ടാണ് ഞാനിന്ന് വീഡിയോ എടുക്കുന്നത്. എന്തായാലും വളരെ നന്ദിയുണ്ട്. എല്ലാവരും കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുറേ പേര് നെഗറ്റീവ് പറയുന്നുണ്ട്. എന്തായാലും സപ്പോർട്ട് ചെയ്യണവരുടെ കൂടെ ഉണ്ടാവും, നെഗറ്റീവ് പറയണം, എന്നാലേ നമുക്ക് അത് കണ്ട് മാറ്റാൻ പറ്റുള്ളൂ. എന്തായാലും എല്ലാവർക്കും താങ്ക്സ് ഇട്ടാ. കൊച്ചി റൈഡറിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇപ്പോൾ സമയം 8:43 ആയി. 9 മണിയൊക്കെ ആകുമ്പോൾ മൈജൊക്കെ തുറക്കുള്ളൂ എന്ന് എനിക്ക് തോന്നണത്. സോ നമുക്ക് പയ്യെ വൈറ്റിലോട്ട് പോകാം. വൈറ്റില ഭാഗത്താണ്, നമ്മുടെ ഫോറം മാളിൻ്റെ സൈഡിലായിട്ടാണ് സർവീസ് സെൻറ്റർ വരുന്നത്. അപ്പോൾ ഇതിഹാസ് എന്ന് പറഞ്ഞിട്ടൊരു മെമ്പറുടെ നമ്പർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനെ വിളിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും വൈറ്റിലോട്ട് പോകണം. ജസ്റ്റ് ഇങ്ങോട്ടേക്കെങ്കിലും ഓട്ടം കിട്ടിയിട്ട് നമുക്ക് പോവാം. വെറുതെ അവിടെ മറ്റേ ഗ്യാസ് കത്തിച്ച് കളയണ്ടല്ലോ, നമുക്ക് നോക്കാട്ടോ. എന്തായാലും ഇപ്പോൾ പതിവ് പോലെ എല്ലാം ഓണാക്കിയിട്ടുണ്ട്. ഊബറിലൊക്കെ ഭയങ്കര ഷോക്ക്. ഇന്നലെ ഗ്രൂപ്പിൽ വന്നേക്കണ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മണിക്കൂർ ഓൺലൈൻ കിടന്നിട്ട് ഒരു ട്രിപ്പ് പോലും വന്നിട്ടില്ല എന്നൊക്കെ പറയണ്ടായിരുന്നു. സംഭവം ശരിയാണ്, ഓട്ടം കുറവാണ്, ഭയങ്കര കുറവാണ് ഓട്ടം. ഞാൻ ഓട്ടം കുറവാണെന്നാണ് പറയണത്. എൻ്റെ വീഡിയോ കണ്ടാലും കണ്ടില്ലെങ്കിലും ഞാനുള്ള കാര്യമാണ് കാണിക്കണത് നിങ്ങളുടെ അടുത്ത്. വീഡിയോ കാണുമ്പോൾ അതിലുള്ള സത്യാവസ്ഥ മനസ്സിലാവും. 16 മണിക്കൂർ കിടന്നിട്ട് എനിക്ക് 136 രൂപയാണ് മാങ്ങത്തിൽ കിട്ടിയത്. അച്ഛന്മാരപ്പോൾ വീഡിയോ കാണാൻ നോക്ക്. വീഡിയോയിൽ ലൈവായിട്ട് ഞാനുള്ള അപ്ഡേറ്റ്സ് ആണ് ഞാൻ ചെയ്യണത്, കറക്റ്റ് കാര്യങ്ങളാണ് ഞാൻ ചെയ്യണത്. ഇപ്പോൾ ഞാൻ 3 ആപ്പ് ഞാൻ ഓണാക്കിയിട്ടുണ്ട്: യൂബർ ഡ്രൈവർ, ഓല, യാത്രി. ഇതിൽ നമുക്കിപ്പോൾ എനിക്ക് സർവീസിന് കയറ്റണം. ഇപ്പോൾ ഇനി വൈറ്റിലയിലേക്ക് വല്ല ഓട്ടം വന്നാലോ, ലക്കിന് വന്നാലോ എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മച്ചാൻ വരെ നമുക്ക് നോക്കാം, എന്തായാലും കിട്ടണമെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് സർവീസ് സെൻറ്ററിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഈ രാവിലെ 8 മണിക്ക് ഇറങ്ങുന്നൊക്കെ പറയണവരോടാണ്ടോ. ഇപ്പം ഞാൻ എന്തേ ഓണാക്കിയിട്ട് അരമണിക്കൂറിൻ്റെ അടുത്തായി, ഓട്ടമില്ല. ഞാൻ എന്നിട്ട് അത്യാവശ്യം മെയിൻ ജംഗ്ഷനായ തോപ്പുംപടിയിലേക്കാണ് ഇപ്പോൾ വന്നേക്കണത്. തോപ്പുംപടിയിലും വന്നു, ഓട്ടമില്ലട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നത് മാക്സിമം ഒരു 1-2 മണിക്കൂർ കിടന്ന് നോക്കാമെന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ സർവീസ് സെൻറ്ററിൽ നിന്ന് കോൾ വന്നായിരുന്നു എനിക്ക്. അപ്പോൾ രാവിലെ തന്നെ കൊടുക്കാൻ പറഞ്ഞായിരുന്നു. 2 മണിക്കൂർ കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മൈജോലി. അപ്പോൾ മാക്സിമം നമുക്ക് എത്രയും പെട്ടെന്ന് മൈജോയിലോട്ട് പോവാം നമുക്ക്. ഇനി ഓട്ടം നോക്കി എന്നിട്ട് രക്ഷയില്ലട്ടോ. എല്ലാവരും വീഡിയോ ഡെയിലി ഇടുമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഡെയിലി ഇടണമെന്നുണ്ടെങ്കിൽ ഓട്ടം ഉണ്ടെങ്കിലല്ലേ നമുക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അതാണ് പ്രശ്നം കേട്ടോ. വീഡിയോ ഞാൻ എല്ലാ ദിവസവും എടുക്കണുണ്ട്, പക്ഷെ ഓട്ടോ ഇല്ലാത്തതുകൊണ്ട് വീട്ടിലോട്ട് പോണ സീനാണ് കൂടുതലുള്ളത്. അതാണ് സംഭവിക്കണത്. വീഡിയോ എടുക്കാൻ എന്തെങ്കിലും 2 ഓട്ടമെങ്കിലും കിട്ടിയാൽ നമുക്ക് അത് ഇടാം. ഇത് ഓട്ടം ഒന്നും ഇല്ലാത്ത ദിവസങ്ങളും വന്നായിരുന്നു ഇതിൻ്റെ ഇടയിൽ, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ശോകം. ഗൈസ്, അങ്ങനെ ഞാൻ മൈജോ മോട്ടോയിൽ എത്തിയിട്ടാ. അപ്പോൾ ഇവിടെയുള്ള മറ്റേ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനെ വിളിക്കുക, ഇതിഹാസ് എന്നാണ്ട പേര്. പുള്ളിക്കാരനെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഫസ്റ്റ് ടൈം ആണ്ടോ വന്നത്. ഇവിടെ സർവീസ് നേരെ പോയിട്ട് ലെഫ്റ്റ് എന്നാണ് പറഞ്ഞത്. അതെ, സർവീസ് ചെയ്തിട്ടുണ്ട് അവിടെ. പുള്ളിയുടെ നമ്പർ ഞാൻ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല, ഞാൻ നോക്കട്ടെ കേട്ടോ. ബ്രോ, ഞാനിവിടെ മൈജോയിലുണ്ടായിരുന്നു. ഹലോ, ഇതിഹാസ് അല്ലേ? ഞാനേ മൈജോയിലുണ്ട്, സർവീസിന്റെ അവിടെ ഉണ്ട്. കുണ്ടന്നൂര്. ഞാൻ ആ ഫ്രണ്ടിൽ തന്നെ നടക്കണ വണ്ടിയില്ല, സർവീസ് ബോർഡ് വെച്ചിട്ടില്ല വലുത്. ആ അതെ ബ്രോനെ കണ്ടായിരുന്നോ?
ഗൈസ്, അപ്പോൾ ഇപ്പോൾ സമയം 9:37 ഇനി നമുക്ക് പോസ്റ്റാണ്. പോസ്റ്റ് വണ്ടീൻ്റെ ഉള്ളൊക്കെ പൊടി പിടിച്ചിരിക്കണുണ്ട് ഗൈസ്. എൻ്റെ പൊന്നെ, നല്ല ഓട്ടോടുണ്ട് വണ്ടി, അതുകൊണ്ടാണ്. കണ്ട, ഇപ്പോൾ ഒരു അടി വന്നേക്കണം. അത് നമുക്ക് എടുക്കാൻ പറ്റുമോ? വണ്ടിയുടെ സീൻ നോക്കി, ഏതോ നായിൻ്റെ പൂച്ച ചാടി കയറിയിട്ടുണ്ട് വണ്ടിയിൽ ഇന്നലെ പാർക്ക് ചെയ്തപ്പോൾ. അലൈൻമെൻറ്റും കൂടി ചെയ്യാം നമുക്ക്. മൈജോലി എന്നെ ഡീൽ ചെയ്തത് ഗോകുൽ എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിയായിരുന്നു കേട്ടോ. പുള്ളി അടിപൊളിയായിട്ട് ഡീൽ ചെയ്ത് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞ് സെറ്റാക്കി തന്നിട്ടാ. ഞാൻ എന്തായാലും പോസ്റ്റാണ്. അങ്ങനെ പോസ്റ്റ് അടിക്കണ ഏരിയയിൽ ഇരിക്കുമ്പോൾ തന്നെ കാറൊക്കെ ഇങ്ങനെ പൊങ്ങി വരണുണ്ടായിരുന്നു കേട്ടോ. അപ്പുറത്ത് സർവീസ് സെൻ്ററാണ്. അതായത് നമുക്ക് സർവീസ് ചെയ്യണ കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ എൻ്റെ വണ്ടി ദീ കിടക്കണം. അപ്പോൾ മച്ചാൻ അവിടെ ഇട്ട് പണിയണത് നമുക്ക് കാണാൻ പറ്റും എന്തായാലും. അങ്ങനെ പോസ്റ്റ് അടിക്കുന്ന സമയം കൊണ്ട് വൈഫൈ കണക്ട് ചെയ്ത് അവിടെ നിന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. 2.5 മണിക്കൂറത്തെ പോസ്റ്റിന് ശേഷം നമ്മുടെ വണ്ടി വന്നിട്ടാ. വെയിറ്റിംഗ് ക്യാബിൻ്റെ അവിടെ സ്റ്റാഫുകൾ തമ്മിൽ നല്ല പൊരിഞ്ഞടിയായിരുന്നു കേട്ടോ. അടിപൊളി സർവീസ് ആയിരുന്നു കേട്ടോ. മൈജോലാണ് ഞാൻ കയറ്റിയത്. അവിടെ ഗോകുൽ എന്ന് പറഞ്ഞ ഒരു പുള്ളിയാണ്ട എൻ്റെ വണ്ടി സർവീസിൻ്റെ എല്ലാം ചെയ്തു തന്നത്. അപ്പോൾ ഞാൻ നല്ല അടിപൊളി സർവീസ് ആയിരുന്നു കേട്ടോ. നല്ല കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞൊക്കെ തന്നു. വണ്ടി എന്തായാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ മച്ചാമാരി. അടിപൊളിയാക്കിയിട്ടുണ്ട് വണ്ടി, ഒരു രക്ഷയില്ല. ഞാനിപ്പോൾ ഫോറം മാളിൻ്റെ അവിടെ ഉണ്ടാ കിടക്കണത്. യൂബറും ഒലയൊക്കെ ഓഫായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഓണാക്കിയേക്കാം. സർവീസ് എന്തൊക്കെ ചെയ്തെന്ന് ഞാൻ ഇവിടെ ഒതുക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. കാരണം ഇപ്പോൾ ബ്ലോക്കാണ് ബാക്കിലൊക്കെ. ഇവിടെ പാർക്കിംഗ് സീനാണ്. പോയിട്ട് ഞാൻ മൂലയ്ക്ക് എവിടെയെങ്കിലും കിടന്നിട്ട് പറയാം കേട്ടോ. അതേ വണ്ടി ഇവിടെ CNG കൂടി അടിച്ച് നമുക്ക് ഫുള്ളാക്കി ഇടാം കേട്ടോ. CNG തീർന്നിരിക്കണതാണ്. തീർന്നല്ല, പകുതിയുണ്ട്. എന്നാലും ഇനി എങ്ങോട്ടൊക്കെയാണ് ഓട്ടം കിട്ടണമെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അടിച്ച് ഫുള്ളാക്കി ഇട്ടേക്കാം. എന്തായാലും ഞാൻ ഇന്ന് ഫുൾ ഡേ ഓടാനുള്ള പരിപാടിയാണ്. എവിടെയൊക്കെ എന്തൊക്കെ അടി വരുമെന്നൊക്കെ നോക്കട്ടെ നമുക്ക്. സെക്കൻഡ് സർവീസിൽ ശരിക്കും ഫ്രീ ആണ്. പിന്നെ വീൽ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി എൻ്റെ കയ്യിൽ നിന്ന് 736 രൂപ മേടിച്ചിട്ടാ. 739 രൂപ. പിന്നെ അല്ലാതെ ചില്ലറ സർവീസ് എല്ലാവരും ചെയ്ത് സെറ്റാക്കി തന്നിട്ടുണ്ട്. പിന്നെ ഇനി അടുത്ത സർവീസ് എന്ന് പറഞ്ഞാൽ തേർഡ് സർവീസാണ്. വീൽ അലൈൻമെൻറ്റ് ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാനതും കൂടി ചെയ്ത്. എന്തായാലും നമ്മുടെ വണ്ടിയല്ലേ, വണ്ടി പിന്നോലെ നോക്കിയില്ലെങ്കിൽ പണി കിട്ടും. എന്താണെന്ന് വിചാരിച്ചിട്ട് ഞാനത് ചെയ്തിട്ടാ. 739 രൂപ അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ വണ്ടി നല്ല നീറ്റാക്കി ഇട്ടുണ്ട് കേട്ടോ. വണ്ടിയുടെ പുറകിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. അതൊക്കെ നമുക്ക് നോക്കാം. ഒക്കെ ഉണ്ടാവും, സീനൊന്നുമില്ല. നമ്മുടെ സ്പെക്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിലിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വണ്ടിയുടെ ബുക്കും പേപ്പറും കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. ഇത് അവർ തന്നതാണ്ട ഫ്രീ ആയിട്ട്. സ്ക്രീൻ വാഷ് അത് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തായാലും സെക്കൻഡ് സർവീസ് അടിപൊളിയായിട്ടുണ്ട്. വണ്ടി നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. അത് കാണുമ്പോൾ ഒരു സന്തോഷം. പൈസ അങ്ങനെ 350 രൂപ അടിച്ചപ്പോൾ തന്നെ ഫുള്ളായിട്ടല്ല, പകുതി ഉണ്ടായിരുന്നതുകൊണ്ട് ഫുള്ളായി. അപ്പോൾ നമുക്ക് ഇപ്പോൾ കുണ്ടന്നൂർ ഭാഗത്താണ് കിടക്കുന്നത്. ഇനി എവിടെയെങ്കിലും നമുക്ക് മാറ്റിയിട്ട് നോക്കാം. ഈ സമയത്ത് ഓട്ടം കുറവായിരിക്കുള്ളൂ. എന്തെങ്കിലും ഇപ്പോൾ സർവീസ് കഴിഞ്ഞ് ഈ സമയമാണ്. നമുക്ക് ഒരു പണി ചെയ്യാം. നമുക്ക് കുറച്ച് തോപ്പുംപടി ഭാഗത്തേക്ക് അങ്ങോട്ടെങ്കിലും മാറിയിക്കാം. ഗൈസ്, ഞാനങ്ങനെ പള്ളുരുത്തി നമ്മുടെ മൊബൈൽ കടയുടെ ഫ്രണ്ടിലെത്തിയിട്ടാ. ഇവിടെ വൈഫൈ ഉണ്ട്. അതാവുമ്പോൾ നമുക്ക് വീഡിയോ പടപടയെന്ന് പറഞ്ഞാൽ അപ്ലോഡ് ചെയ്യാം. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തോണ്ടിരിക്കണേണ്ട. ഇതിൽ ഓട്ടോ ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഇത്ര നേരം ഓണാണ്. ഞാൻ എന്തായാലും ഇത് ഓഫാക്കണില്ല. ഇന്ന് നമ്മൾ ഓട്ടോ ഓടിയിട്ട് തന്നെ അടങ്ങുള്ളൂ. പേഴ്സണൽ ഓട്ടങ്ങളൊന്നുമില്ല. എന്തായാലും സർവീസും കഴിഞ്ഞാലേ ഇന്ന് നമ്മൾ ഓടി തകർക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഓട്ടം കിട്ടിയാൽ മാത്രം മതി. ഓട്ടം ഇല്ലാന്നുണ്ടെങ്കിൽ എന്നൊന്നും പറയരുത്. ഞാൻ എന്ത് ചെയ്യാനും. നമുക്ക് ഇവിടെ പോസ്റ്റ് അടിക്കുക. ഇതാകുമ്പോൾ അപ്ലോഡിങ് നടക്കും, പരിപാടി നടക്കുകയും ചെയ്യും. ഞാനും തെറ്റിദ്ധരിക്കണല്ലേ, നമ്മുടെ മൊബൈൽ ഷോപ്പ് തന്നെ നമ്മുടെ സ്വന്തം മൊബൈൽ ഷോപ്പാണ്. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. ഇങ്ങോട്ട് പോരി. 2:52 കേട്ടോ. സീൻ നോക്കി, ഒരടി പോലും ഇല്ല. 2 വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ടും ഇതുവരെ ഒരു അടി പോലും വന്നല്ല കേട്ടോ. സീൻ കോൺട്രൻ പാട്ട് കയറ്റാനുണ്ടായിരുന്നു. അതും കൂടി നമ്മൾ മൊബൈൽ കടയിൽ നിന്ന് കയറ്റിയിട്ടാ. ഫ്രണ്ട്സ്, ഞാൻ കടയിൽ നിന്ന് ഇറങ്ങിയിട്ടാ. ഇപ്പം സമയം 3 മണിയായിട്ടാ. രാവിലെ ഇറങ്ങിയതാണ്. നമ്മുടെ സർവീസൊക്കെ കഴിഞ്ഞ് കടയിൽ പോയി വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള അപ്ലോഡും ചെയ്തിട്ടുണ്ട്. പിന്നെ 5 മണിക്ക് വീഡിയോ വരും കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് കിടന്നിട്ട് ഒരു രക്ഷയില്ലെന്ന് മനസ്സിലായി. ഇനി നമുക്ക് കൊച്ചിയിൽ ഓട്ടം കൂടുതലുള്ളത് ഫോർട്ട് കൊച്ചിയിലാണ്. അപ്പോൾ നമുക്ക് ഫോർട്ട് കൊച്ചിയിലോട്ട് പോകാം. അല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യാനാണ്, വെറുതെ അങ്ങാട്ടിട്ട് ഓടിക്കണേണ്.
ഓട്ടമില്ല ഗൈസ്. ഗ്യാപ്പ് കിട്ടിയപ്പോൾ കൊണ്ടുപോയി പാർക്ക് ചെയ്തതാണ് മരത്തിൻ്റെ ഇടയിലും വണ്ടിയുടെ ഇടയിലും. ഇപ്പം ഇനി പുറത്തേക്ക് ഇറക്കാമല്ലോ ദൈവമേ. ഗൈസ് ഫോർട്ട് കൊച്ചിയിലെത്തിയിട്ടാ. കപ്പലോണാണ്ട ഫോർട്ട് കൊച്ചിയിലെത്തിയപ്പോൾ കപ്പലിൽ നോക്കിയിരിക്കുക ഇവിടെ വന്നു കഴിഞ്ഞാൽ. എന്താണെന്ന് അറിയില്ല, 2-3 ദിവസമായിട്ട് ഓടിയിട്ട് യൂബറിലൊന്നും ഒരു അടിയെ വന്നില്ല കേട്ടോ. സംതിങ് ഹാപ്പൻഡ് ഐ തിങ്ക്. എന്തോ സീൻ പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇനിയിപ്പോൾ യൂബറിൻ്റെ ഓഫീസിൽ ചെല്ലേണ്ടി വരുമോ എന്നൊക്കറിയാം. അടിയേ ഇല്ല എന്ന് പറഞ്ഞാൽ അടിയേ ഇല്ല. കപ്പൽ കൊണ്ടുകൊണ്ട് പോകണണ്ട ചെറിയ ബാക്കിൽ ഒരു വഞ്ചിയില്ല ബോട്ട് കണ്ട ഫോർട്ട് കൊച്ചിയിലെങ്കിലും ആരും ഇല്ല കേട്ടോ. വേറൊരു കാര്യം ഇവിടെ നിന്ന് ആരും ഇല്ല. യൂബർ ഡ്രൈവർ ഓൺലൈൻ ഡ്രൈവേഴ്സ്മാർ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ 2-3 ദിവസത്തെ അവസ്ഥ, അതായത് ഈ 3-ാം തീയതിയാണ് ഞാൻ ഷൂട്ട് ചെയ്യണം കേട്ടോ. ഈ 3 ദിവസമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, 1, 2, 3 എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കണോട്ടാ. ഈ മാസം കയറിയിട്ട് ഒരു ഓട്ടം പോലും എനിക്ക് യൂബറിൽ അടിച്ചിട്ടില്ല കേട്ടോ. എന്താ സംഭവിച്ചതെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടണില്ല. അൻവർ സിനിമയിൽ പൃഥ്വിരാജ് ബോംബ് വെക്കൂലേ ഒരു വാനിൽ, ആ സ്ഥലത്താണ്ടാ ഞാൻ കിടക്കുന്നത് ഫോർട്ട് കൊച്ചിയിൽ. ബോംബ് പൊട്ടിക്കഴിഞ്ഞ് സ്ലോ മോഷനിൽ നടന്നു വരൂലേ, ആ സ്ഥലമാണത് ബാക്കിൽ. വാട്ടർ മെട്രോയിൽ കയറി ഒന്ന് യാത്ര ചെയ്തിട്ട് വരായിരുന്നു. എന്തായാലും പോസ്റ്റല്ലേ. ചിലവർ ഈ സംഭവം ഈ ഹെഡ് റെസ്റ്റ് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പറയണ്ടായിരുന്നു. അത് എങ്ങനെയാണ് ഈ തിരിച്ച് ഫിറ്റ് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കണം. നോക്കട്ടെ, ഇതിപ്പോൾ എടുക്കാം. ഒരു മിനിറ്റ് കേസ്, ഒരു കോൾ വന്നിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വിളിച്ചതാണ്. പക്ഷെ എൻ്റെ പൊന്നെ മച്ചാനെ, ഇത് ശരിക്കും തല തിരിച്ചായിരുന്നല്ലേ വെക്കേണ്ടത്. ഞാനെന്ത് വന്ന ബുദ്ധിയായിട്ട് ഇവിടെ. അയ്യോ, ഇങ്ങനെ വെക്ക കമന്റ് ഞാൻ വീഡിയോയിൽ കാണിച്ചപ്പോൾ ഞാൻ പറയാം ഇങ്ങനെ വെച്ചത്. അപ്പം ഞാൻ വീഡിയോയിൽ പറഞ്ഞ ഈ സംഭവം വെച്ചിട്ട് ശരിയാണല്ലോ, ഭയങ്കര കഴുത്ത് വേനയെന്ന് പറഞ്ഞു. അപ്പം കമന്റിൽ ഇതിങ്ങനെ തിരിച്ചു വെക്കെന്ന് പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നു. ഇത് പൊളിയായിരിക്കോട്ടാ, ഞാൻ നോക്കട്ടെ, വെച്ച് നോക്കട്ടെ ഏട്ടാ. തിരിച്ചു വെച്ചപ്പോൾ വെറുതെ പൊളിയാണ്ട, ഒരു രക്ഷയില്ലട്ടോ. ശരിക്കും ഇങ്ങനെയായിരുന്നു വെക്കേണ്ടത്. സോറി ഗൈസ്, ഐ എം റിയലി സോറി. കണ്ട 2-3 പേര് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പം അവരോട് ഭയങ്കര വലിയ താങ്ക്സ് ഞാൻ രേഖപ്പെടുത്തുന്നു. എന്തായാലും ഇപ്പം നല്ല സുഖമുണ്ട് കഴുത്തിൽ വെച്ചിട്ട്, അടിപൊളി. ഞാനിപ്പോൾ നിൽക്കണ സ്ഥലമാണ്ടത്. ഇതിലെന്തോരം ഹോട്ടൽസാണ് അതായത് ഫോർട്ട് കൊച്ചിയിലുള്ളത്. ഗസ്റ്റൊക്കെ ഭയങ്കര കുറവാണ്, പക്ഷേ എന്നാലും ഒരു അടി പോലും വരാത്തത് എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ സംഭവം കൊള്ളാടാ, ഒരു രക്ഷയില്ല, പൊളിച്ചിട്ടുണ്ട് ഗൈസ്. ഇന്നലെ അമ്മ പറഞ്ഞ് നിന്റെ വയറ് ചാടിയെന്ന്. കറക്റ്റായിട്ട് 1 മാസമായിട്ടല്ല ഞാൻ ഓടാൻ തുടങ്ങിയിട്ട്. അതിൽ ഞാൻ 4-5 വീഡിയോസേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. വീഡിയോസ് ഇഷ്ടം പോലെ എൻ്റെ കിടക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഓട്ടമില്ലാത്ത ദിവസങ്ങളായിരുന്നു കൂടുതലും. അപ്പോൾ ഈ ഓട്ടമില്ലാത്ത ദിവസങ്ങളിൽ വെറുതെ ഞാൻ ഈ വായി നോക്കി നടക്കണത് മാത്രം എടുത്തിട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ശോഭമായിരിക്കും. ഓട്ടമുള്ള ദിവസങ്ങളിൽ ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ ഈ 1 മാസം കൊണ്ട് ഞാൻ സമ്പാദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ സമ്പാദിച്ചേക്കുന്നത്. പുറത്തെ ഹോട്ടലിൽ നിന്നുള്ള ഫുഡാണ് എന്നെ ഇങ്ങനെ ആക്കിയേക്കണേ കേട്ടോ. ഈ അത്യാവശ്യം നല്ല ഫിറ്റായിട്ടുള്ള ഒരുത്തനായിരുന്നു ഞാൻ. ഇപ്പൊ കണ്ട, ഇപ്പൊ അത് വയറൊക്കെ വെച്ച് സീനായിടാ, ഇടങ്ങേറായി. ഇനി അപ്പൊ വയറ് വീർക്കണം കണ്ടിട്ട് ഇനി രക്ഷയില്ല. മീൻസ് ജിമ്മിൽ കയറി ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റി കുറച്ച് നേരത്തെ ഓടണം, എന്നാലും എന്തെങ്കിലും സമ്പാദിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നണം. കുറെ കമന്റ്സിൽ ഞാൻ കണ്ടായിരുന്നു കുറച്ച് നേരത്തെ എണീറ്റ് ഓടും ബ്രോ എന്ന്. ഞാൻ ഇപ്പം ഇനി ഓടാനുള്ള ടൈമിംഗ് ഒക്കെ മാറ്റാൻ വേണ്ടി പോകണാണ്. വരും വീഡിയോസിൽ നിങ്ങൾക്ക് ആ റുട്ടീൻ കാണിച്ചു തരാട്ടാ. പിന്നെ ഡ്രൈവർമാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ വർക്കൗട്ട് ചെയ്തോ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ വന്ന് സീനായി പോകട്ടാ. പറയാനുള്ള പറഞ്ഞു, സ്നേഹം കൊണ്ട് പറയണേ. ഞാൻ വീഡിയോ എടുക്കണത് 4K ആയതുകൊണ്ട് നല്ല 4K ക്ലാരിറ്റിയിൽ തന്നെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യണത്. സോ നല്ല ടൈം എടുക്കും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നേരത്ത്. അപ്പോൾ വൈഫൈ ഉള്ള സ്ഥലത്ത് പോകുമ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യണം കേട്ടോ ഗൈസ്. അതെ, ഞാൻ ഓടിയേക്കണതിൻ്റെയൊക്കെ കാണിച്ചു തരാം കേട്ടോ. ജൂലൈ 1 തൊട്ട് 8 വരെ 0 ട്രിപ്സ്. അതായത് ജൂലൈ 1 ഇന്ന് 3-ാം തീയതിയാണ് കേട്ടോ. ജൂലൈ 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ 0 ട്രിപ്സാണ് കൊടുത്തത്. ഒരു ട്രിപ്പ് പോലെ എനിക്ക് യൂബർ തന്നിട്ടില്ല ഈ 3 ദിവസമായിട്ട്. ജൂലൈ 24-ാം തീയതി തൊട്ട് ജൂൺ 24-ാം തീയതി തൊട്ട് ജൂലൈ 1 വരെ 1363 രൂപയാണ് കിട്ടിയേക്കണത്. ഈ 4 ദിവസം ഓടിയിട്ട് 1363. ജൂൺ 17 തൊട്ട് ജൂൺ 24 വരെ 2923. പിന്നെ ജൂൺ 10 തൊട്ട് ജൂൺ 17 വരെ അന്ന് നല്ല ഓട്ടം ഉണ്ടായിരുന്നു, 4000. മെയ് 27 തൊട്ട് ജൂൺ 3-ാം തീയതി, അത് ഞാൻ തുടങ്ങിയ സമയം. അതാണ് ഈ കമൻറ്റിൽ എല്ലാവരും പറയണത് തുടക്കക്കാർക്ക് നല്ല ഓട്ടം കിട്ടുമെന്ന്. കണ്ടാ, അതാണ് ഞാൻ ഈ 10 രൂപ ഓടിയേക്കണത്. തുടക്കം ഓട്ടം മാത്രമേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഓട്ടത്തിൻ്റെ സംഭവങ്ങൾ, മനസ്സിലായോ?
പിന്നെ നിങ്ങൾ പറ, ഞാൻ ചെയ്തത് തെറ്റാണോ അല്ലയോ? ചിലവരുടെ കമൻ്റൊക്കെ കാണുമ്പോൾ ഞാനെന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണ്. ഞാനുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു നുണയൊന്നും ഞാൻ പറയണമെന്നില്ല. ഞാനുള്ള കാര്യങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ കാറെടുത്താലോ കാറെടുത്തില്ലെങ്കിൽ എനിക്കൊന്നും ബാധിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. ഇറങ്ങിത്തിരിക്കുമ്പോൾ പരിചയസമ്പന്നരായിട്ടുള്ള ഓൺലൈൻ ഡ്രൈവർമാരോട് കറക്റ്റ് കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇറങ്ങിത്തിരിക്കുക. എനിക്ക് ചോദിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ എയർപോർട്ടിലായിരുന്നു വർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചത്. സോ എനിക്ക് പരിചയമുള്ള ആരും ഉണ്ടായിരുന്നില്ല. എയർപോർട്ടിൽ ഗ്രൗണ്ട് സ്റ്റാഫായിരുന്നു ഞാൻ. അതൊക്കെ കളഞ്ഞ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞാൻ ഈ ഒരു കാറിൻ്റെ അടുത്ത് ഇങ്ങനെ എടുത്തത്. ഞാനത് സ്വന്തമായിട്ട് എടുത്ത തീരുമാനമാണ്. ഞാൻ ആരുടെയും മുന്നിൽ പോയി ചോദിക്കാനോ ഒന്നും നിന്നിട്ടില്ല. സോ എനിക്കിത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഞാൻ നോക്കിയപ്പോൾ ഒരു നല്ല കണ്ടന്റാണ്. അങ്ങനെ ഒരു യൂട്യൂബിൽ തുടങ്ങിയെന്നുള്ളൂ. അങ്ങനെ നിങ്ങളുടെ കമൻറ്റ്, ചിലവർ അടിക്കണ കമൻറ്റ് കാണുമ്പോൾ ഞാനെന്തോ ഭയങ്കര ഞാൻ കാർ എടുക്കാൻ വേണ്ടി പോണായിരുന്നു. പിന്നെ നീ എന്തിനാണ് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത്? നിനക്ക് വേറെ പണിക്ക് പോയിക്കൂടെ? നിങ്ങളുടെ കാര്യം നോക്ക്. നിങ്ങൾ എൻ്റെ കാര്യം നോക്കണ എന്തിനാണ് ആലോചിക്കുന്നത്? ഇങ്ങനെ കുറേ പേരൊക്കെ നിങ്ങളുടെ കാര്യം നോക്ക്. ഞാൻ എൻ്റെ കാര്യം ഷെയർ ചെയ്യണം. നിങ്ങൾക്കത് ഇഷ്ടപ്പെടണമെങ്കിൽ കാണുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാണണ്ട. ഇതല്ല, ഞാൻ കുറേ പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഇങ്ങനത്തെ കമൻ്റ് അടിക്കണവരോട് ശരിക്കും പുച്ഛം മാത്രം. ദാറ്റ്സ് ഓൾ. ഇങ്ങനെ വിൻഡോ സീറ്റിൽ ഫോഗ് വരാതിരിക്കാൻ എന്താണ് ചെയ്യാൻ പറ്റണതെന്ന് അറിയാവുന്നുള്ളവരൊന്ന് കമൻ്റ് അടിക്കണോടാ. എനിക്കറിയില്ല. ബാക്കിലൊന്നും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഇതായി. അതെന്താണ് ഇങ്ങനെ സംഭവിക്കണതെന്ന് അറിയില്ല. ഈ സൈഡും കുഴപ്പമില്ല. 1 മണിക്കൂർ കഴിഞ്ഞെന്ന് വേണ്ട, വന്നിട്ട് 4:15. അയ്യോ രക്ഷയില്ല ഗൈസ്. എൻ്റെ ഇടയിൽ വണ്ടി എടുത്ത് മാറ്റിയിടുന്നൊക്കെ പറഞ്ഞ് വേറെ 2-3 വധൂരികൾ വന്നായിരുന്നു. പോലീസ് പിടിച്ചോണ്ട് പോകുന്നത്. ഞാൻ പറഞ്ഞാൽ പോലീസ് പിടിച്ചോണ്ട് പോട്ടെ എന്ന് പറഞ്ഞു. ഒന്നാമതേ പണ്ടാരുടെ ഓട്ടോ ഇല്ലാണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ കൂടി വന്നിട്ട് എൻ്റെ ഇടങ്ങേറുണ്ടാക്കാൻ. ഇവിടെ കിടന്ന് മതിയായി എനിക്ക്. പുറത്തിറങ്ങി നിന്ന് കുറച്ചു നേരം. ഇപ്പം അതേ അകത്ത് കയറിയിരുന്നു. വയ്യ ആകെ ഇടങ്ങേറാൻ. ഓട്ടമില്ല. ഒരു ഓട്ടം എന്താണ്? യൂബർ നീ മരിച്ചിരിക്കുകയാണോ? ഉണരൂ. ഒരു കൂട്ടുകാരൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂബർ ഓഫീസിൽ അവൻ ചെന്നിട്ടുണ്ടായിരുന്നു. അവൻ ചെന്നപ്പോൾ അവിടെ ജാതക്കുള്ള ആളുണ്ടെന്ന്. എന്താ സംഭവം എന്നറിയില്ലടാ. അത് വരും വീഡിയോസിൽ ഞാൻ പറയാം എന്താ സംഭവം എന്ന് അന്വേഷിച്ചിട്ട്. ഗൈസ്, ഇനി നമുക്ക് ബീച്ചിലിരുന്ന് കപ്പലണ്ടി തിന്നാം. എന്താണല്ലേ, നല്ല അവസ്ഥയാണ്. കപ്പലണ്ടി തിന്നതിന് ശേഷം നമുക്ക് ഐസ്ക്രീം കഴിക്കാട്ടാ ബീച്ചിൽ പോയിട്ട്. നല്ല ശാന്തമായ അന്തരീക്ഷം വേണ്ട. കുറേ പ്രാവുകൾ കപ്പലണ്ടി പെറുക്കി തിരുന്നുണ്ട്. സൈഡിൽ കൂടി ഒരു കപ്പൽ പോകുന്നുണ്ട്. മേഘങ്ങളെല്ലാം അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വർണ്ണിക്കാൻ എനിക്കറിയുള്ളൂ ഗൈസ്. യൂബർ മരിച്ചു തന്നെ ഇരിക്കുകയാണ്. അവസ്ഥ ഇപ്പൊ 4:22 ആയിട്ടാ. നമുക്കിന്ന് മാക്സിമം എത്ര നേരം നിൽക്കാൻ പറ്റും അത്ര നേരം നിൽക്കാം. വേറെ പണിയൊന്നുമില്ല. ഇവിടെ വായി നോക്കി വേറെ എന്താണ്. ഇതൊക്കെ തന്നെ യൂബർ ലൈഫാണ്, ടാക്സി ലൈഫ്. ആ ചേട്ടൻ പ്രാവിന് അരിയിട്ട് കൊടുക്കണ്ട. പ്രാവെങ്കിലും നിന്നട്ടെ അല്ലേ. ചേട്ടൻ എല്ലാ ദിവസവും പ്രാവിനിട്ട് കൊടുക്കോട്ടെ തീറ്റ. ഞാൻ വിൽക്കപ്പോഴും കാണാറുണ്ട്. പുള്ളി കാറിലാണ്ട വന്നിട്ട് ഇട്ട് കൊടുത്തത് ഫുഡ്. ഈ കാറിൽ വന്നിട്ട് ആ പ്രാവിന് തീറ്റ ഇട്ട് കൊടുത്ത് എന്നിട്ട് മച്ചാൻ പോണേണ്ടോ. ആള് കൊള്ളാലേ. ഫോർട്ട് കൊച്ചിയിൽ ഇപ്പം അത്യാവശ്യം തിരക്കുള്ള സമയത്ത് വരെ 5 മണി ഇതുവരെ ഒരു അടി പോലും വന്നിട്ടില്ല. വളരെ ദയനീയമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂട്ടുകാരൻ അപ്പുറത്ത് നടക്കുന്നുണ്ട്. അവൻ വിളിച്ചിട്ട് പറയും എന്തേ ബ്രോ അടി ഇട്ടാന്ന് ചോദിച്ചാൽ എവിടെ അടി, ഇവിടെ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു. അവനും ഇതേപോലെ തന്നെ വന്ന് കിടക്കണേ കുറച്ച് നേരമായി, ഒരു അടി പോലും ഇല്ലെന്ന് പറഞ്ഞു. എന്തായാലും ആർക്കും അടിയില്ല. ശോകം ഒലയിലും ഇല്ല, യൂബറിലും ഇല്ല, ഒന്നുമില്ല. എല്ലാവരും എന്താ സംഭവിച്ചേക്കണേന്നൊരു പരിണാമം സംഭവിച്ചു തോന്നുന്നു. ദൈവമേ. ഇനി നമുക്ക് റൂട്ട് മാറ്റി പിടിക്കാം. രക്ഷയില്ല. അതേ മൊബൈലിലെ ചാർജ് വരെ ഇറങ്ങിപ്പോയി. 2 മണിക്കൂറായിട്ട് ഓണാക്കിയിട്ടേക്കണല്ലേ, ചാർജ് വരെ ഇറങ്ങിപ്പോയി. ഇനി ബിഗ് ബിയില് മമ്മൂക്കയുടെ വീടിന്റെ ഫ്രണ്ടിൽ കുറച്ചു നേരം വന്ന് കിടക്കാം. ഇനി മമ്മൂക്കയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങി വന്നാലോ. യോ ബിഗ് ബി മാറി പിടിച്ചിട്ടുണ്ട് സ്ഥലം. ഇവിടെ വണ്ടികൾ നടക്കണ്ട വയസ്സ്. ഒരു രക്ഷയില്ല. എല്ലാരും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പോയിരുന്ന് കാണും. കറക്റ്റ് 5 മണിയായി.
നമുക്ക് ഈ സൈഡിൽ എവിടെയെങ്കിലും ഇടാം. എല്ലായിടത്തും വണ്ടികൾ കിടക്കണം കേസ്. കുറച്ചു നേരം വാസ്കോഡ ഗാമ ചർച്ചിൻ്റെ ഫ്രണ്ടിലിടാം. സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് ഇവിടെ കിടക്കട്ടെ ഇനി കുറച്ചു നേരം. ഇനി കുറച്ചു നേരം ലില്ലി സ്ട്രീറ്റിൽ പോയി കിടക്കാം. ഇതാവുമ്പോൾ ഫോട്ടോഗ്രാഫർമാരുടെ ഓരോരോ പോസിങ് നമുക്ക് കാണാൻ പറ്റും. അതും കണ്ടിരിക്കാം. ഇതാണ് റൊട്ടിക്കട. കണ്ട ഈ കാണുന്നതാണ് വിനായകന്റെ വീട്ടിട്ടാ, ബിഗ് ബീലി. ഇനി കുറച്ചു നേരം ഇവിടെ കിടക്കാം. ഇതാണ്ട പറവയുടെ ലൊക്കേഷൻ. എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഞാൻ മാറി മാറി കിടന്ന് ഫോർട്ട് കൊച്ചി മൊത്തം കിടന്ന് കറങ്ങിട്ടാ. പിന്നെ സൈഡിൽ തന്നെ ഒരു എന്തോ ബംഗ്ലാവ് ഉണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ വന്ന് കറങ്ങാറുള്ളൂ. ഇതങ്ങനെ ചായ കുടിക്കാൻ സമയം കേട്ടാ, 5 കാലായി. ഇനി നമുക്ക് ചായ കുടിക്കാം. ഇതുവരെ ഒരു അടി പോലും വന്നിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. ചായ കുടിക്കാൻ വന്നാലും ഈ സാധനം ഓണാക്കി തന്നെ നിർത്തണം കേട്ടോ, അല്ലെങ്കിൽ ശരിയാവൂല. ചായ ഉണ്ടോ? ഒരു ചായ. എവിടെ പിള്ളേര് ഫുട്ബോൾ കളിക്കാൻ പോകണം. കുറച്ചു നേരം പോയി കളിക്കായിരുന്നു. അടിപൊളി. നമ്മുടെ വിഷയം പോകുന്നത് അടിയില്ല കേട്ടോ, അടിയില്ല. ഒരു ചായ ചായ ഗൈസ്. വീഡിയോ അപ്ലോഡ് ചെയ്ത് തന്നെ ഇടാം കറക്റ്റ് 5 മണിക്ക്. എല്ലാവരും ഇരുന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മ എന്ത് പണി ചെയ്താലും ഫുഡ് അടിക്കാതെ ഒരു പണിയും ചെയ്യാൻ നിൽക്കരുത്. ഇതിപ്പോൾ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിലും കടം മേടിച്ചിട്ടായാലും ഭക്ഷണം കഴിക്കാടാ, എന്നാലേ നമ്മുടെ ആരോഗ്യം കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ. നിനക്ക് ഓട്ടമില്ലടാ, ഓട്ടമില്ല നിനക്ക്? എനിക്ക് ഓട്ടമില്ലടാ. നിനക്ക് ഓട്ടം ഒട്ടുമില്ലേ? ഇന്ന് ഓടിയിട്ടില്ലേ നീ? എനിക്ക് ഓട്ടോ ഇല്ലടാ, ശോകമാണ്. ഓട്ടോ ഒട്ടുമില്ല നിനക്ക്? അവന് ഓട്ടോ ഒട്ടും ഇല്ലട്ടാ ഗൈസ്, എന്നെ പോലെ തന്നെ. ബാക്കിൽ ചേട്ടന്മാര് ഇവനെന്താ പ്രാന്താണെന്ന് വിചാരിക്കണ്ടത്. എന്താണ് മോനെ തിളങ്ങിയിട്ടുണ്ടല്ലോ? ഞാൻ എന്ത് ചെയ്യാനാ മച്ചാനെ? ഓട്ടം വേണ്ടേ? ഓട്ടം ഉണ്ടെങ്കിലല്ലേ നിന്നെ ഓടിക്കാൻ പറ്റുള്ളൂ. നീ വിഷമിക്കണ്ട, നമുക്കൊരു കാലം വരും. എന്നാലും ഇതിങ്ങനെ തിരിച്ചു വെക്കാൻ പറഞ്ഞ കമന്റ് ഇട്ട ചേട്ടന്മാരോടാണ്ടാ വളരെയധികം നന്ദിട്ടാ. ഇപ്പം ഉറങ്ങാൻ നേരത്ത് നല്ല സുഖമുണ്ട്. എന്തായാലും ഈ വണ്ടി കയറുമ്പോൾ കൂടുതൽ ഉറക്കമാണ്. ഉറങ്ങാൻ നേരത്ത് നല്ല സുഖമുണ്ട് കേട്ടോ. ഞാൻ ആ ചെറിയ ചായക്കടയുടെ സൈഡിൽ തന്നെ കിടക്കണേണ്ട. ഈ കിടക്കണ കാർ ഏതോ ഒരു സെലിബ്രിറ്റിയുടെ കാറാണ്ട. അവിടെ ഷൂട്ടിംഗ് ഉണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ പെപ്പയാണ്ട, പെപ്പയാണ് നടൻ. അവിടെ ഒരു കോളനിയിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കണേ. ഇടിപ്പടമാണെന്നാ തോന്നുന്നത്. പെപ്പയുടെ പടമല്ലേ, ഇടിപ്പടം ആയിരിക്കുള്ളൂ. അങ്ങോട്ടേക്ക് ഞാൻ പോയില്ല കേട്ടോ, അവിടെ തിരക്കായിരിക്കും. ഞാനിവിടെ തന്നെ നടക്കണേ. ഇത് കോസ്റ്റ്യൂം ഡിസൈനറാണ്ട ഷൂട്ടിങ്ങിൻ്റെ. കുറേ നൈറ്റിയും ചുരിദാറൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഇവിടെ ബാക്ക് ക്യാമറയുടെ ക്ലാരിറ്റി നോക്കി, അടിപൊളിയല്ലേ? സോറി പോയി നോക്കി, ഒടുക്കത്തെ ക്ലാരിറ്റി അല്ലേ, കൊള്ളാല്ലേ? കുറഞ്ഞ റേറ്റിൽ എനിക്ക് സെറ്റ് ചെയ്ത് തന്നാണ്ടത്. ഒരു 13,500 ആ റേഞ്ച് ആയിരുന്നാ തോന്നണം, മറന്നു ഞാൻ. 2 മാസമായില്ല ഇപ്പം. ഇപ്പം മച്ചാമാരെ ഞാനിവിടെ കിടന്ന് വേർത്ത് കുളിച്ച്. യൂബറൊക്കെ എല്ലാം ഓണാണ്ടതെ, എല്ലാം യൂബർ ഓൺലൈൻ എല്ലാം ഓണാണ്. ഞാൻ നമ്മുടെ യൂട്യൂബിൽ വന്ന കമൻസ് ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി കമൻസ് ഒക്കെ ഉണ്ട്. ഞാൻ അതൊരു വീഡിയോ ആയിട്ട് അടുത്തതിൽ ഞാൻ ചെയ്യാട്ടോ. എന്തായാലും കമൻസ് മാത്രം. എല്ലാവർക്കും കുറേ സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സംശയങ്ങളൊക്കെ ഞാൻ മാറ്റിത്തരാം. എനിക്ക് വയ്യ. ഇതിൽ കൂടുതൽ ലൈവായിട്ട് വേറെ ആരും കാണിച്ചിട്ടുണ്ടാവും കേട്ടോ ഗൈസ്. ഓട്ടോ ചേട്ടൻ കുറേ നേരമായിട്ടാ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ ഇവൻ എന്താണ് ഈ കിടന്ന് പറയണത്. എന്തായാലും ഇത് ക്യാമറയും ഈ സെറ്റൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് താല്പര്യമുള്ളവരെ ഞാൻ്റെ ഒരു നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ. പ്രൊമോഷൻ വീഡിയോ എന്നല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. സ്പീക്കർ ഉൾപ്പെടെ ഉണ്ടാ ഞാൻ പറഞ്ഞത് 13 രൂപ. ഇത് 2 സ്പീക്കർ, ബാക്കിൽ 2 സ്പീക്കർ, ക്യാമറ സെറ്റ്, ഇതെല്ലാം കൂടി 13,500 കണ്ടോട്ടാ. നിങ്ങൾ വിളിച്ച് കറക്റ്റായിട്ട് വില ചോദിക്കട്ടാ. ആ നമ്പർ ഞാൻ കൊടുത്തേക്കാം. 1 വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ട് കേട്ടോ. അതാണ് ഏറ്റവും വലുത്. എന്ത് പറ്റിയാലും അപ്പം തന്നെ മാറ്റിത്തരും, പുതിയത് വെച്ചുതരും. എൻ്റെ പൊന്ന് ഗൈസ്, കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പള്ളുരുത്തി നിന്ന് ഒരു അടി വന്നേക്കണം. പക്ഷെ എൻ്റെ പൊന്നോ സീനാണ്ടോ, വേണ്ട പൊളിച്ചിട്ടുണ്ട്. ഞാൻ പോയി എടുക്കട്ടെ കേട്ടോ. ഫസ്റ്റ് അടി ഇന്നത്തെ, അത് 5:53. ഗൈസ് അമ്മ ആളെ കണ്ടിട്ടാ. എങ്ങോട്ടാ പോകണ്ടേന്ന് അറിയില്ല, നോക്കട്ടെ കേട്ടോ. ഗൈസ് നമുക്ക് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് കണ്ടോ ഓട്ടം കിട്ടിയാണ്.
सुन ना तोरा हम कुंज बिहारी कहे तोरा बुरा लगो कि कुंज बिहारी माने कृष्ण भगवान हवे बे को दीदी कॉल कर रहा है मिल जाएगा ചങ്ങ മെഡിക്കൽ ഷോപ്പ് നോക്കി കിടക്കണായിരുന്നു. ഇപ്പം മെഡിക്കൽ ട്രസ്റ്റിൻ്റെ അവിടെ എത്തിയിട്ടാ. ഇപ്പം ഒന്ന് നിർത്തി കൊടുത്തേക്കണാണ്. കണ്ടാ അടി വന്നേക്കണുണ്ടാ. ഇത്ര നേരം ഞാൻ ആ ഫോട്ടോ വെച്ച് കിടന്നു. കസ്റ്റമർ കയറി അപ്പതേ അടി വന്നു. ഇതാണ് സംഭവിക്കുന്നത് ഗൈസ്. ആ 3 ബംഗാളി ചേട്ടന്മാരാണ് നമ്മുടെ വണ്ടിയിൽ കയറിയത്. വണ്ടി കയറിയപ്പോൾ അവർ ബുക്ക് ചെയ്തപ്പോൾ 290 കാണിച്ചത്. ഇപ്പം ഇറങ്ങിയപ്പോൾ 240 ഉള്ളൂ. അവരെന്നെ കഴിക്കണത് എന്താണെന്ന് എനിക്കറിയില്ല. അവൻ കറക്റ്റ് വഴി കൂടി തന്നെ വരയും ചെയ്തത്. 240. എൻ്റെ പൊന്നെ പള്ളുരുത്തിന്ന് KSRT സ്റ്റാൻഡ് വരെ. എന്തായാലും നല്ല പിള്ളേരായിരുന്നു കേട്ടോ. അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഹിന്ദി അറിയില്ലാത്തതുകൊണ്ട് ഞാൻ യെസ് നമ്മുടെ കസ്റ്റമർ അതിപ്പോൾ ബംഗാളി ചേട്ടന്മാരാണെങ്കിലും നമ്മുടെ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് VIP-കളാണ്. അടിപൊളി. 226 രൂപ കിട്ടിയിടാം. അപ്പോൾ എന്താണ് കമ്മീഷനൊന്നും അധികം പിടിച്ചില്ലേ? 240 രൂപ മേടിച്ചിട്ട് 226 രൂപ 15 രൂപ പിടിച്ചോളൂ. യൂബർ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. വാട്ട് ഹാപ്പനിങ് യൂബർ? ആദ്യമായിട്ടൊരു ഓട്ടം തന്നപ്പോൾ സങ്കടം പോയോ? എനിക്ക് കുഴപ്പമില്ല യൂബർ, നീ എടുത്തോ. നമ്മളിപ്പോൾ സൗത്ത് സ്റ്റാൻഡിലാണ് നടക്കണത്. മേഘമൊക്കെ നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ഓട്ടോക്കാർ സീനാക്കും. നമുക്ക് ഇവിടെ നിന്ന് മാറ്റിയിടാം. അവരുടെ കഞ്ഞി മാറ്റിയിടണം. എന്തിനാണ്? നമുക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ബാക്കി എല്ലാവരും ജീവിക്കട്ടെ. ഗൈസ് വരണ വഴിക്ക് മെഡിക്കൽ ഷോപ്പിൽ നിർത്തണമെന്ന് പറഞ്ഞു. മെഡിക്കൽ ഷോപ്പിൽ 2 മെഡിക്കൽ ഷോപ്പിൽ ഞാൻ നിർത്തി കൊടുത്തിട്ടാ. 10 മിനിറ്റ് വെച്ച് പോസ്റ്റ് ഉണ്ടായിരുന്നു. അവർ കുറച്ച് ഓടി അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഓടിയാ വന്നത്. അങ്ങനെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ആ നിർത്തിയുടെ സമയത്ത് ഒരു ചേട്ടൻ വന്ന് കൊട്ടിയിട്ട് മോനെ അത്യാവശ്യമായിട്ട് ഒന്ന് നമ്മുടെ എടപ്പള്ളി വരെ ഒന്ന് പോകും എന്ന് വെച്ച്. ഞാൻ പറഞ്ഞു ചേട്ടാ കസ്റ്റമർ ഉണ്ട് ചേട്ടാ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചോ. ഇല്ല മോനെ അത്യാവശ്യമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ ഓട്ടോഷ് വിളിച്ച് പോയിക്കോളാൻ പറഞ്ഞു. ഓട്ടം വരുന്ന വഴി കണ്ട വരുമ്പോൾ എല്ലാം കൂടി യാത്രയിൽ വന്ന് കൊല്ലയിൽ വന്ന് എല്ലാം കൂടിയാണ് വന്നത്. അപ്പം ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? രാവിലെ 10 മണി തൊട്ട് 5 മണി വരെ ഓടാനേ നിൽക്കരുത്, വെറുതെ കിടന്ന അലച്ചിൽ മാത്രം. 5 മണിക്ക് ശേഷം ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നടപടിയാവുമെന്ന് ഇതിൽ നിന്നും ഈ വീഡിയോയിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടാ. ഇനിയിപ്പോൾ യൂബറിൽ അടി വരുമായിരിക്കും. 3 ദിവസമായിട്ട് എനിക്ക് 3 ദിവസം കഴിഞ്ഞിട്ട് 1-ാം തീയതി തൊട്ട് 3-ാം തീയതി ആയിരുന്നു. 3-ാം തീയതി വൈകുന്നേരം 4:30 മണിക്കാണ് എനിക്ക് ഇത്ര ഓൺലൈനിൽ കിടന്നിട്ട് എനിക്ക് അടി വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് മലയാളികളല്ല കയറിയത്, ബംഗാളി ചേട്ടന്മാരാണ് കയറിയത്, അതിഥി തൊഴിലാളികൾ. അവർ കയറി 3 പേരും കൂടി VIP-കളായിരുന്നു. 3 ബംഗാളി VIPs കയറി അവർ പോയിട്ടാ. അവർ ബസ്സിൽ കയറി ടൂർ പോയേക്കണേന്ന് പറഞ്ഞു. നൈസ്. എന്തായാലും താങ്ക് യു ബംഗാളി മാമാസ്. നമുക്ക് ഇനി അടുത്ത സ്പോട്ടിലേക്ക് കുടിക്കാട്ടോ. ഗൈസ് നമ്മ വണ്ടി ഇടാൻ ഒരു സ്ഥലവും ഇല്ലട്ടാ. MG റോഡാണ്. പിന്നെ അറിയാലോ ഈ സമയത്തെ തിരക്ക്. 6:54 അപ്പോൾ ഞാനിത് സെൻട്രൽ മാളിൻ്റെ ഓപ്പോസിറ്റുള്ള വഴിയില്ലേ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ വരാതിരിക്കില്ല. നമ്മ വെയിറ്റ് ചെയ്യും ഗൈസ്. നമുക്കിതൊക്കെ പോലെ ഇതൊന്നും ഒരു പ്രശ്നമല്ല. രാവിലെ 9 മണിക്ക് ഇറങ്ങിയിട്ട് 6 മണിക്കാണ് ഒരു അടി വന്നത്. അപ്പം ഇതൊക്കെ എന്ത് പ്രശ്നം അല്ലേ? നമ്മ ഇതൊക്കെ നേരിടും. ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ എനിക്ക് ഉണർവ് കിട്ടുള്ളൂ. അടിച്ചു പൊളിക്കും നമ്മ. ഇവിടെ സെക്യൂരിറ്റി മാമനുണ്ട് കേട്ടാ. പുള്ളി വരുമ്പോൾ എടുത്ത് മാറ്റേണ്ടി വരും. പ്രൈവറ്റ് കാർ പാർക്ക്, നോ പാർക്കിംഗ്. എല്ലായിടത്തും സീനാണ്. അയ്യോ പാർക്കിംഗ് ടാക്സി ഓൺലിന്ന് പെട്ട്. ടാക്സി സ്റ്റാൻഡായിരുന്നാ ഓടിക്കോ വച്ചാലേ. എന്ത് ചെയ്യാനാ ഗൈസ്? MG റോഡിലൊക്കെ പാർക്ക് ചെയ്യാനൊരു സ്ഥലമില്ലടാ. ടാക്സി സ്റ്റാൻഡിനെ കൊണ്ടിട്ടിട്ടാണ് കഥ പറയാ. വേറെ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഇന്നലെ എന്തോ എയർപോർട്ടിൽ ആരെയോ പിടിച്ച് ഇടിച്ചെന്നാ എന്തൊക്കെ പറഞ്ഞ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യം. ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്ത് നോക്കിയപ്പോ ടാക്സി സ്റ്റാൻഡ്. അവർക്ക് ഓട്ടം വേണ്ടേ ഗൈസ്? നമ്മ ഈ ഓൺലൈനിലല്ല ഓടണം. അവർക്ക് ഓട്ടം വേണ്ടേ? ആരും കുറ്റം പറയേണ്ട കാര്യമില്ല. നമ്മ അവിടെ നിന്ന് മാറ്റിയിട്ട് കൊടുത്തു. MG റോഡിൽ നിന്ന് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ വണ്ടികൾ കിടക്കണം തുടങ്ങിട്ടാ. കാണാൻ തുടങ്ങി. ഇവിടെ ആരുമില്ല. ആരെങ്കിലും വിളിച്ച് കയറ്റായിരുന്നല്ലോ. ഇങ്ങോട്ടുണ്ടെങ്കിലും ഊട്ടി 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 മൂന്നാർ കൊടൈക്കനാൽ എല്ലാ സ്ഥലത്തോട്ടും പോകും, എല്ലായിടത്തോട്ടും പോകും. ഒന്നുകൊണ്ടും പേടിക്കണ്ട. എങ്ങോട്ട് വേണമെങ്കിലും പോകും. വണ്ടി 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 റെഡി വണ്ടി റെഡി. ശരിക്കും പറഞ്ഞ ഇപ്പൊ എന്റെ വീഡിയോ കുറെ പേര് കാണുന്നുണ്ടാ. ഇപ്പൊ നിങ്ങളുടെയൊക്കെ മെസ്സേജ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. 1-2 പേര് നെഗറ്റീവ് പറയുമെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള എല്ലാവരും അടിപൊളിയാണ്ടാ. കുറേ പേരാണ് സപ്പോർട്ട് ചെയ്യണത്. ശരിക്കും പറഞ്ഞാൽ 99 പേരും എനിക്ക് സപ്പോർട്ട് ചെയ്യണേണ്ട. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഞാൻ ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കണേ. നല്ല രീതിയിൽ നല്ല ഹാപ്പി ആയിട്ട് തന്നെ
ഈ കമൻസ് ഒക്കെ വായിച്ചുകൊണ്ടിരിക്കണ. മാക്സിമം നമുക്ക് കമൻസ്, ഞാൻ കമൻറ്റ് മാത്രം വായിച്ചുകൊണ്ടൊരു വ്ളോഗ് ഞായറാഴ്ച ദിവസങ്ങളിൽ ചെയ്യാട്ടോ. അപ്പോൾ നല്ല ത്രില്ലിങ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നണം. നമുക്ക് എന്തായാലും ചെയ്തു നോക്കാം. അത്യാവശ്യം വ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാ ഞായറാഴ്ച നമുക്കത് ആ ഒരു കണ്ടന്റ് ചെയ്യാട്ടോ. ഗൈസ്, കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, ഒരു ട്രിപ്പ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നു. അത്യാവശ്യം വെള്ളം കുടിക്കണം കേട്ടോ ഗൈസ്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വെള്ളം കുടിക്കാറില്ല ടാക്സി ഡ്രൈവർമാർ. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കണം. പ്രത്യേകിച്ച് ഓൺലൈൻ ഡ്രൈവേഴ്സ് ആരും വെള്ളം കുടിക്കാറില്ല. ഞാൻ അത്യാവശ്യം വെള്ളം കുടിക്കണോണ്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി പോകണം. യൂറിൻ പാസ് ചെയ്ത വേറൊരു ഭാഗ്യം ഉണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഒലയിലടി വരും. എപ്പോൾ യൂറിൻ പാസ് ചെയ്യാൻ പറ്റുന്ന അപ്പോൾ ഒലയിലടി വരും. ഇന്നെങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ, നോക്കാം നമുക്ക്. ഗൈസ്, 7:15 കൂരാക്കൂരിട്ടായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഒലയിലടി കിട്ടണ സ്ഥലത്ത് വന്ന് കിടക്കണേണ്ട. യൂബറാണ് ഇട്ടേക്കണേ. യൂബർ ഇനി എനിക്ക് പരിഗണന തന്നില്ലെങ്കിൽ മിസ്റ്റർ യൂബർ എന്നെ ഞാൻ വഴക്കിടും. പ്ലീസ് മാറ്റിക്കരുത്. 2 വട്ടം കൂടി തന്നു കഴിഞ്ഞാൽ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങായിരുന്നു. എന്തൊരവസ്ഥയാണല്ലേ നമ്മുടെയൊക്കെ അല്ല എൻ്റെ. നീ രക്ഷയില്ല ഗൈസ്. നമുക്ക് എങ്ങനെ വന്നാലും 6 മണിക്ക് എണീക്കാതെ ഒരു രക്ഷയില്ല. ഓട്ടം വേണോ എന്നാൽ നീ 6 മണിക്ക് എണീറ്റ് ഓടണം, അല്ലെങ്കിൽ വൈകിട്ട് 6 മണിക്ക് ശേഷം ഓടണം. രാവിലെ ഓട്ടം ഇല്ല. അതാണ് സംഭവിച്ചേക്കണത്. രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫോണിൻ്റെ റെസൊല്യൂഷനൊക്കെ ഭയങ്കര ഷോക്കും കേട്ടോ. ഞാൻ രാത്രി ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പം ഈ ഒരു കണ്ടീഷനിലാണ് ഇനി എടുക്കാൻ പറ്റുള്ളൂ. വ്യൂസ് എല്ലാം പോയിട്ടാ ഗൈസ്. അപ്പോൾ നമുക്ക് ലൈറ്റ് ഇട്ട് നോക്കാമല്ലോ. ലൈറ്റ് ഇട്ട് നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നണം അത്യാവശ്യം ഈ സാധനം കിട്ടും. ഇതിനെക്കാളും നല്ലത് ബ്ലിങ്കാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വിഷ്വലായിരിക്കോട്ടെ ഇനി അങ്ങോട്ട് രാത്രിയിലത്തെ സീനൊക്കെ എടുക്കുമ്പോൾ. അടി വരൂ വരുത്തു പെട്ടെന്ന് വരുത്തു. ഓടാൻ കൊതിയായിട്ടിരിക്കണു. രാവിലെ തൊട്ട് വെറുതെ കിടക്കണേ. 7:30 മണിയായി. ഇവിടെ രക്ഷയില്ലട്ടാ, ഇവിടെ രക്ഷയില്ല. നമുക്ക് കുറച്ച് അപ്പുറം ഇടാം. ഇല്ല, പള്ളിമുക്കിൽ നിന്ന് വന്നപ്പോൾ നമ്മുടെ പുണ്യാളെ കണ്ട്. പുണ്യാളാ, എന്താണ് പുണ്യാളത്? യൂബറിന് എന്താ പറ്റിയത്? നമ്മ വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങിയേക്കണാണ്. ഇങ്ങനെ ചതിക്കല്ലേ. പുണ്യാളോട് കുറച്ച് കഥ പറയാനുണ്ട്. ഇവിടെ കുറേ ഓൺലൈൻ ടാക്സിക്കാർ പട്ടിണി കിടക്കുന്നുണ്ട്. പട്ടിണി എന്ന് ഉദ്ദേശിക്കുന്നത് ഊബറിൽ അടി വരാതെ പട്ടിണി കിടക്കണം. അടക്കല്ലേ കുറച്ച് കാര്യം പറയട്ടെ. ഞങ്ങൾ ഈ ഓൺലൈൻ ടാക്സിക്കാർക്ക് കുറച്ച് ഓട്ടോ ഒക്കെ തന്ന് സഹായിക്കും. വണ്ടിയുടെ EMI പിന്നെ അല്ലറ ചില്ലറ ചെലവ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവസ്ഥ വളരെ വളരെ ശോകമാണ്. നിങ്ങളും കൂടി സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിലേ സീനാക്കോട്ടെ. സീനെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ സീനാക്കോട്ടെ. നമ്മ കൊച്ചി ടീമാണ്ട. ഒരു വട്ടം എന്താ പ്ലീസ്. പുണ്യാളന് പോലും വേണ്ടട്ടോ സീൻ. എൻ്റെ പൊന്നെ, ഇതാ നിൽക്കണ ചേച്ചി എൻ്റെ കാറി വന്ന് കയറിയേക്കണം. ഞാൻ ചോദിച്ചു ക്യാന്ന്, ഹിന്ദിക്കാരിയാണ്. ക്യാന്ന് വെച്ചപ്പോൾ യൂബറല്ലേ. ഞാൻ പറഞ്ഞ യൂബറാണ്, ബുക്ക് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അവര് വേറെ വണ്ടി നോക്കിന്ന് വെച്ചാ തെറ്റിദ്ധരിച്ചിട്ട് എന്റെ കാറി വന്ന് കയറിയതാണ്. അവര് ചമ്മി നാറിപ്പോയി ഗൈസ്, പാവം. ഞാൻ പിന്നെ ഒന്നും പറയാനൊന്നുമില്ല. അവർക്ക് യൂബറിൽ പോകണം. പിന്നെ വേറൊരാളുടെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടേക്കണം. പിന്നെ അവരുടെ കന്നി പാറ്റിട്ടാണ്. എനിക്ക് വേണമെങ്കിൽ കൊണ്ടുകൊണ്ട് പോകായിരുന്നു, അത് ക്യാൻസൽ ചെയ്തിട്ട്. വെറുതെ എന്തിനാണ്? നമ്മളെ പോലെ തന്നെ കഷ്ടപ്പെടുന്ന പിള്ളേരായിരിക്കും. അവരുടെ ഇതെടുത്തിട്ട് നമ്മൾ പോണെന്തിനാണ്? ആ ഊബറുകാരന് ഇപ്പൊ വരോട്ടാ, നമ്മുടെ ഫ്രണ്ടിലെ ബാക്കിലെ വരും. എന്തായാലും ഗസ്റ്റിനെ കയറ്റിക്കൊണ്ട് പോയിരുന്നെങ്കിൽ അവന്റെ ഓട്ടം പോകില്ല. അവൻ എത്ര ആശ്ചാരിക്കും, എന്നെ പോലെ തന്നെ ആശ്ചാരിക്കും വന്നത്. അപ്പോൾ അതൊക്കെ എടുക്കണം, അങ്ങനെയൊക്കെ എടുക്കണം. മോശം ആള് വന്ന് കയറി എൻ്റെ കാറിൽ കയറി ഇരിക്കണം. ഞാൻ നോക്കിയപ്പോ സീൻ കോൺട്ര. ഇയാളെന്റെ പവർ കണ്ടോ? യൂബർ വിളിക്കാതെ തന്നെ ആള് കാറിൽ കയറി ഇരിക്കണം. പക്ഷെ എൻ്റെ പൊന്നെ, എന്തൊക്കെയാണ് ഇവിടെ നടക്കണത് ദൈവമേ. അല്ല, ഓട്ടമില്ല, വെറുതെ വന്ന ആൾക്കാർ കാറിൽ കയറി ഇരിക്കണം. അത് ഇങ്ങനത്തെ അവസ്ഥയിൽ എന്തൊക്കെയാണ് എനിക്ക് ചിരി വന്നിട്ട്. എന്തൊക്കെയാ നടക്കണേ ഇവിടെ? എന്താ നടക്കണത്? കരച്ചോത്തിട്ട് കാറി കയറി എന്താ? ഞാൻ തന്നെ എന്ത് പണ്ടാരോട് എന്താ സീനെന്താ? അവര് ഹിന്ദിയിലാ പറഞ്ഞത്. ഊബർ നിങ്ങളല്ലേ? ഞാൻ പറഞ്ഞു ഞാൻ നഹി ഹേ എന്ന് പറഞ്ഞു. എന്റെ പൊന്നോ, ചിരി വന്നിട്ട് എനിക്ക് നിർത്താൻ പറ്റുള്ള. അവര് ചമ്മിപ്പോയി വച്ചാണ്, സീനായി പോയി. ഓ, ഞാൻ കൊണ്ടു നിർത്തണ സ്ഥലത്തൊക്കെ ഇങ്ങനത്തെ സീനാണല്ലോ കടത്താൻ. എനിക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലം താ നിങ്ങ വർക്ക് ചെയ്യാൻ. ഞാൻ പറഞ്ഞില്ലേ,
ഈ കാറുകാരൻ്റെ ഓട്ടോ ഇപ്പം ഞാൻ കാരണം പോയാനെ. എനിക്ക് വേണമെങ്കിൽ എടുക്കായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ എന്തിനാണ് ചെയ്തത്. അവർ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോകുന്ന ചോദിച്ചു. ഹിന്ദിയിലാണ് ചോദിച്ചത്. പിന്നെ എനിക്ക് ഹിന്ദി അറിയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഡോ എന്ന് പറഞ്ഞു. അടാ അവർ കയറി പോയടാ. എന്തൊക്കെ വിറ്റാണ് ഇവിടെ സംഭവിക്കണത്. വച്ചാൻ അടി വന്ന് യേസ്. എങ്ങോട്ടാ മരട് എങ്ങോട്ടാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പോവാം, സീനൊന്നുമില്ല. നാവിഗേറ്റ്. സെറ്റാ എടാ. പുണ്യാളൻ എനിക്ക് അതുകൊണ്ടെന്ന് തന്നു. ഞാനത് ആ ചേട്ടന് കൊടുത്തപ്പോ അടുത്ത ഓട്ടം എനിക്ക് തന്നിരിക്കുന്നു. എനിക്കൊരു സീനുമില്ല, നമുക്ക് കിട്ടണ മതി. കിട്ടണോണ്ട് ഓണം പോലെ. പാട്ട് ഓഫ് ആക്കട്ടെ ഗൈസ്. മുട്ട വിറ്റായിരുന്നിട്ടാ. ഞാൻ വണ്ടി ഒന്ന് ഒതുക്കട്ടെ ഒരു മിനിറ്റ് ഗൈസ്. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാഡത്തിനെ പിക്ക് ചെയ്തത് പനമ്പള്ളി നഗർ, അതായത് തേവര സൈഡിൽ നിന്നാണ് പിക്ക് ചെയ്തത്. പിക്ക് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കുണ്ടന്നൂർ ഭാഗത്ത് കൂടി മരടിലേക്കാണ് എനിക്ക് ബുക്ക് ചെയ്തേട്ടാ. പുള്ളിക്കാരത്തി വന്ന് വണ്ടി കയറി ഞങ്ങൾ മരടിലേക്ക് പോണേണ്. പോയി കഴിഞ്ഞപ്പോൾ എന്തോ ദൈവഭാഗ്യം കൊണ്ട് ഒടുക്കത്തെ ബ്ലോക്ക്. അരമണിക്കൂറാ ബ്ലോക്കിൽ കിടത്. അപ്പൊ മാഡം പറഞ്ഞു ഇത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ 100 പ്രാവശ്യം പറഞ്ഞേ മാഡത്തിൻ്റെ അടുത്ത് നമുക്ക് വൈറ്റില വഴി പോവാൻട്ടാന്ന് ഞാൻ പറഞ്ഞായിരുന്നേട്ടാ. അപ്പൊ മാഡം പറഞ്ഞു വേണ്ട നമുക്ക് ഇതിലേ പോവാന്ന് പറഞ്ഞു. കുണ്ടന്നൂര്. ആ കുണ്ടന്നൂര് വഴി പാലം ഫുള്ള് ബ്ലോക്കാണ്. ദൈവഭാഗ്യം എന്ന് പറഞ്ഞത് എനിക്ക് എൻ്റെ കാല് വേദന എടുത്തിട്ട് പോയാൽ. കാരണം ഇങ്ങനെ ചവിട്ടി പാലം ഇതുകൊണ്ട് ഒരു ഇടങ്ങിയ കുഴി പിടിച്ചിട്ടുണ്ട്. ലാസ്റ്റ് മാഡം പറഞ്ഞ് വണ്ടി അവിടെ സ്റ്റക്കാണെന്ന് ഫോൺ കോൾ വന്ന് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചിട്ട് വൈറ്റില വഴി പോകാൻ പറ്റുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു അതിനെന്താ നമുക്ക് നോക്കാം മാഡം എന്ന് പറഞ്ഞു. ലാസ്റ്റ് ബാക്കിലോട്ട് നോക്കിയപ്പോൾ നിരന്ന് കിടക്കണ ഗൈസ്. വണ്ടി ഞാൻ എങ്ങനെയൊക്കെയോ വളച്ചെടുത്ത് ചില്ല് തുറന്നു കഴിഞ്ഞാൽ തെറി കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ കണ്ണടച്ച് വണ്ടി ഓടിക്കുമെന്ന് പറയില്ലേ, അതേപോലെ ആയിരുന്നു. വളച്ചെടുത്ത് മാഡത്തിനത് ഇപ്പോൾ പനമ്പള്ളി നഗർ പിക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ മാഡത്തിനെ കൊണ്ട് നിർത്തിയപ്പോൾ മാഡത്തിൻ്റെ ഏതൊരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇന്നപോലെ ഈ സ്ഥലത്തുണ്ട്, നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞാൻ എവിടെ നിന്നോ പിക്ക് ചെയ്തോ അവിടെ തന്നെ കൊണ്ടു നിർത്തി. എനിക്ക് 271 രൂപ കിട്ടി. 271 രൂപ കിട്ടി ഗൈസ്. വെറുതെ ഒന്ന് അരമണിക്കൂർ കറങ്ങി ആ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് വിട്ട് ഞാൻ 271 രൂപ കിട്ടി. എന്തൊക്കെയാണ് ഇവിടെ നടക്കണത്? ഇന്നെന്താ ഇങ്ങനെ? ഇപ്പൊ സമയം കണ്ട 8:20. അരമണിക്കൂർ ഞാൻ അവിടെ തന്നെ ഇങ്ങനെ ഇട്ട് റൗണ്ട് അടിച്ച് അവിടെ തന്നെ കൊണ്ടുവന്ന് ഇറക്കി. കൊള്ളാം. ഇനിയും ഇതുപോലത്തെ കസ്റ്റമർ വരട്ടെ. ഇതിലേക്കൂടി ഇറങ്ങി ഇവിടെ തന്നെ കൊണ്ടുവന്ന് നിർത്താൻ വെറും 270 രൂപ. നമുക്ക് പല സമയത്ത് ഇറങ്ങിയിട്ടെ ഏതൊക്കെ സമയത്താണ് ഓട്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാട്ടോ. നാളെ ഞാനിപ്പോൾ എന്തൊക്കെ വന്നാലും 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കണേ. അപ്പോൾ 6 മണിക്ക് തൊട്ട് ഒരു 10-11 മണി വരെയുള്ള ഓട്ടത്തിൽ എത്ര രൂപ കിട്ടുമെന്ന് നമുക്ക് നോക്കാട്ടോ. നാളത്തെ വ്ളോഗ് അതായിരിക്കും. പിന്നെ നിങ്ങളുടെ കമൻസിനൊക്കെ എനിക്ക് മറുപടിയൊക്കെ തരണ്ടേ, എന്നാലല്ലേ നമ്മൾ ഫ്രണ്ട്സ് ആവുള്ളൂ, ചങ്കാവുള്ളൂ. എന്തായാലും പല വിറ്റുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മീൻസ് നല്ല അനുഭവങ്ങളാണ് നമുക്ക് ഈ ഊബർ ഓട്ടത്തിലൂടെ ഷെയർ ചെയ്യാൻ കാഴ്ചവെക്കാൻ പറ്റിയത്. മാഡത്തിൻ്റെ വല്ലതൊക്കെ ഉണ്ടായി. ഇനി ഇങ്ങോട്ട് വിളിച്ച് വരുത്തോ? നമ്മുടെ ചെക്കൻ്റെ കടയിലേക്ക് ടർബോ മൊബൈൽസിലേക്ക് ഒരു ടീമിനെ വേണം കേട്ടോ. മീൻസ് ഒരു മൊബൈൽ ടെക്നീഷ്യൻ കം സെയിൽസ്മാനെ വേണം. വലിയ പണിയൊന്നുമില്ല കേട്ടോ. അവന് അത്യാവശ്യം നല്ല സാലറിയൊക്കെ കൊടുക്കും. ചെറിയൊരു കടയാണ്, നല്ല ഫ്രീഡം ഉള്ള ഒരു കടയാണ്, നല്ല അടിപൊളി മച്ചാന്മാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മൊബൈൽ ടെക്നീഷ്യന്മാർ ജോലി ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യട്ടാ. എറണാകുളത്ത് കൊച്ചിയിൽ ഒരു കടയുണ്ട്. അധികം വലിയ പണിയൊന്നുമില്ല, ചെറിയ പണികളൊക്കെ ഉണ്ടാവുള്ളൂ. ടെക്നീഷ്യന്മാർ തന്നെ വേണം, കാരണം ഇവന് സ്റ്റോക്ക് എടുക്കാൻ പോകുമ്പോൾ അവനായിരിക്കും ഇൻചാർജ്. അങ്ങനെ കേട്ടാ ഗൈസ്. അപ്പോൾ സമയം 9 മണി കേട്ടാ, കറക്റ്റ് 9 മണി. ഞാനപ്പോൾ വീട്ടിലോട്ട് കയറണം ഗൈസ്. തിരിച്ച് ഓട്ടോ ഒന്നും കിട്ടിയില്ല. തിരിച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. കാരണം നാളെ മുതൽ നമുക്ക് രാവിലത്തെ ടൈമിലേക്ക് ഓടാൻ നോക്കാൻ വേണ്ടി പോകണേ. 2 ദിവസം ഞാൻ ഓണാക്കിയിട്ടിട്ട് 2 ദിവസവും 3 ദിവസം 1, 2, 3 ഇന്ന് 3-ാം തീയതിയാണ്. 3 ദിവസം ഓട്ടം രാവിലെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഗ്രൂപ്പിലെ ആൾക്കാർ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. എന്തായാലും എനിക്ക് ഇത് ബോധ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇനി രാവിലത്തെ ഓട്ടം ഞാൻ എടുക്കണില്ല, അതിരാവിലെ ഇറങ്ങാൻ വേണ്ടി പോണേ. രാവിലെ മാക്സിമം എത്ര മണിക്ക് എണീക്കാൻ പറ്റും ആ ടൈമിൽ തന്നെ ഞാൻ എണീക്കാൻ വേണ്ടി പോകണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാടാ. അപ്പോൾ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. എല്ലാവരും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കൊച്ചി റൈഡറിൻ്റെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണേട്ടാ.
ഇന്നെന്തായാലും അടിപൊളി ദിവസം വരുന്നുണ്ടാ. പുണ്യാളൻ എന്തായാലും ഒരു ഓട്ടം തന്നാണ്ടാ. എന്തായാലും എല്ലാ ദൈവങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കണേണ്ട. നമുക്ക് കിട്ടിയത് മതി. നമ്മ പഠിച്ച് വന്നേലേ ഉള്ളൂ. നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഓസ്കാർ മേടിക്കുമെന്ന് പറയില്ലേ, അതേപോലെ ആക്കാം. അപ്പോൾ മച്ചാന്മാരെ അടുത്ത വീഡിയോയിൽ കാണാട്ടാ. ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ. ബൈ. ഇപ്പം നമുക്ക് ഇന്ന് കിട്ടിയേക്കണത് വെറും 271 + 240 കേട്ടോ. രാവിലെ 9 മണിക്ക് ഇറങ്ങിയതാണ്. അപ്പം അത്ര രൂപയെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് നമ്മളെ രക്ഷപ്പെടും ഗൈസ് അല്ലേ? ആ ഒരു ചിന്ത മതി. നമ്മളെന്തായാലും രക്ഷപ്പെടും. രക്ഷപ്പെടാതെ എവിടെ പോകാനാണ്? സെറ്റാം. എവരി ഡോഗ് ആസ് എ ഡേ എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ എല്ലാ പട്ടികൾക്കും ഒരു ദിവസം വരും. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എനിക്കൊരു ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. സംഭവം കാർ വാഷിംഗ് സംഭവമാണ്. എടാ ഒന്ന് പൊട്ടിച്ചോളാം. ഇത് ഗോ മെക്കാനിക് പ്രഷർ വാഷർ. സ്നേഹമുള്ള സബ്സ്ക്രൈബർ നമുക്ക് മച്ചാൻ എന്തായാലും ഒരു വലിയ താങ്ക്സ് ഉണ്ട് കേട്ടോ. മച്ചാൻ്റെ പേരൊന്നും വെളിപ്പെടുത്തണ്ടെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞാൻ പേരൊന്നും വെളിപ്പെടുത്തണല്ലടാ. എന്തായാലും നമുക്കിത് അൺബോക്സിങ് കൂടി ചെയ്തിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാടാ. ഓ ഇടിവെട്ട് സാധനം ഉണ്ടോ? വാറണ്ടിയൊക്കെ ഉണ്ട് 1 ഇയർ. അപ്പം ഇനി കാറ് കഴുകാനുള്ള പരിപാടി നമുക്ക് സെറ്റായി. ഇതാണ് സംഭവം അല്ലേ? എൻ്റെ പണി ഇത് പൊക്കാൻ നല്ല പണിയാണ്ടോ. അതൊക്കെ അത്യാവശ്യം നല്ല വിലയുള്ള സാധനങ്ങളാണ്. എന്നാലും ഇത്ര വിലയുള്ള സാധനങ്ങളൊക്കെ ഗിഫ്റ്റായിട്ട് വരുമ്പോൾ മച്ചാനെ താങ്ക് യു സോ മച്ച്. പ്രാർത്ഥനയിലുണ്ടാവും.